ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചതിൽ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. US കോൺസുലേറ്റിന് നേരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന വെടിയുതിർത്തിരിക്കുന്നു എന്നുള്ളതാണ്. 8 പേർ ഈ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി. സുഹൈൽ, വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ? ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, കമനയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കമനയെ ഇറാനിലൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അപ്പുറത്തേക്ക് അതൊരു ആത്മീയ നേതാവാണ്. ഷിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സെക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ലീഡർഷിപ്പിൽ ഒരാളാണ് ഈ പറയുന്ന ആയത്തുള്ള അൽ ഖമേനി. ഷിയ വിഭാഗം രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പൗരന്മാരെ നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഷിയ അനുകൂല മുസ്ലിങ്ങളിൽ ഷിയ മുസ്ലിംസ് പല ഭാഗത്തും പല രാജ്യങ്ങളിലും ഈ പറയുന്ന കമനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമെന്നോണമാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയത്. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളതുപോലെ തന്നെ US കോൺസുലേറ്റ് അടിച്ച് തകർക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഡിപ്ലോമാറ്റിക് ഏരിയയാണ് ഈ കോൺസുലേറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് മറ്റു രാജ്യങ്ങൾക്ക് ഏറ്റവും സുരക്ഷയുള്ള ഇടം, ആ രാജ്യത്തൊരു പ്രശ്നമുണ്ടായാൽ അതായത് പൗരന്മാർക്ക് ഒരു സുരക്ഷാ ആശങ്കയുമില്ലാതെ കയറിയിരിക്കാൻ പാകത്തിലൊരിടം, അതാണ് ഈ കോൺസുലേറ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ പാകിസ്ഥാനിലെ US കോൺസുലേറ്റുകളുടെ ആക്രമണം അത് പാകിസ്ഥാനിലെ USന്റെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ ഭരണകൂടം മറുപടി പറയേണ്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ US കോൺസുലേറ്റുകളുടെ ആക്രമണങ്ങൾ ഒരു തരത്തിലും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് US കോൺസുലേറ്റിലേക്ക് നടന്ന പ്രതിഷേധത്തിന് നേരെ സുരക്ഷാ സേന വെടിയുതിർത്തത്. ഈ വെടിയുതിർത്തതിൽ 8 പേർ കൊല്ലപ്പെട്ടു ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ നേരത്തെ ജമ്മു കാശ്മീരിൽ UPയിൽ ചില ഭാഗങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഷിയ വിഭാഗം മുസ്ലിംസ് കമനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ ഒരു പ്രതിഷേധ സ്വരത്തിനപ്പുറത്തേക്ക് അക്രമാസക്തമാകുമ്പോൾ അതാത് ഭരണകൂടം അതിനെ എതിർക്കും, അതിനെ തടയുമെന്നുള്ള സ്വാഭാവികമായ കാര്യമാണ്. പ്രത്യേകിച്ച് കോൺസുലേറ്റ് പോലെയുള്ള US എന്ന അതിശക്തമായ രാജ്യത്തിന് കോൺസുലേറ്റിലൊക്കെ ഇത്തരത്തിൽ ആൾക്കൂട്ടം ഒരു കുസലുമില്ലാതെ ചെന്ന് ആക്രമണം നടത്തുമ്പോൾ അത് ആ രാജ്യത്തിന് മറുപടി പറയേണ്ട ഘട്ടത്തിലെ കാര്യങ്ങൾ നീങ്ങും. അമേരിക്ക ഈ വിഷയത്തിൽ ആശങ്ക അറിയിക്കാനും കോൺസുലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതാത് രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷാ ആശങ്കകളില്ലാതെ അവിടെ ആക്രമണം നടത്തുന്ന ഇന്റർനാഷണൽ ലോസ് ഒബ്ലിക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ രാജ്യത്ത് ആ ഇടത്തേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതാത് ഭരണകൂടങ്ങൾ പ്രതികരിക്കും. അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പറയുന്ന കറാച്ചിയുള്ള US കോൺസുലേറ്റിലേക്ക് നടന്ന ആൾക്കൂട്ട ആക്രമണം പ്രതിരോധിക്കുന്നവരുടെ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇറാനിലുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ആ കണക്കെ തന്നെ ഷിയ വിഭാഗം മുസ്ലിംസ് പല ഇടങ്ങളിൽ ഷിയ കോൺസെൻട്രേറ്റഡ് ആയ മേഖലകളിലൊക്കെ സമാനമായ പ്രതിഷേധം തുടരുന്നു എന്നുകൂടി നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.